ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. ഗേറ്റ് 2026 ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിരിക്കുന്ന ടൈമാണ്. സ്റ്റുഡൻസിന് പല ഡൗട്ടുകളും ഉള്ളതുകൊണ്ട് തന്നെ വൺസ് അക്കാദമി എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. അതിൽ നമ്മുടെ നെയിം ഉണ്ട്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, പേഴ്സണൽ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഗാർഡിയന്റെയും അല്ലെങ്കിൽ പേരന്റിന്റെയും മൊബൈൽ നമ്പർ കൊടുക്കാനുണ്ട്. ഫസ്റ്റ് നമ്മൾ നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എന്തെങ്കിലും പദവികൾ, അതായത് ഡോക്ടർ, ക്യാപ്റ്റൻ, അങ്ങനെയുള്ള യാതൊരു പദവികളും നമ്മൾ ആ പേരിൽ മെൻഷൻ ചെയ്യാൻ പാടില്ല. ഈ നെയിം അനുസരിച്ചായിരിക്കും നമ്മുടെ ഗേറ്റ് സ്കോർ ഡിസ്പ്ലേ ആവുന്നത്. നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നമ്മൾ ഫോട്ടോ ഐ ഡിയിൽ കൊടുക്കുന്ന ആ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് പേഴ്സണൽ മൊബൈൽ നമ്പർ, നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ പേരന്റിന്റെയും ഗാർഡിയന്റെയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കണം. നെക്സ്റ്റ് അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡിംഗ് പിൻകോഡ്, അഡ്രസ് വിത്ത് പിൻകോഡ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് ഡീറ്റെയിൽസ് ഓഫ് ദ എലിജിബിലിറ്റി ഡിഗ്രി, ഇപ്പൊ എലിജിബിലിറ്റി ഡിഗ്രി ഏതാണോ അതിന്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ഡിഗ്രി ഏതാണോ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിന്റെ ഒപ്പം കൊടുക്കുക. നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ കോളേജ് നെയിം ആൻഡ് അഡ്രസ് വിത്ത് പിൻകോഡ്, ഇപ്പോ നമ്മൾ പഠിക്കുന്ന കറണ്ട് നമ്മൾ ഇപ്പോൾ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരും ഡീറ്റെയിൽസും അഡ്രസ്സിന്റെ കൂടെ പിൻകോഡ് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ചോയ്സസ് ആണ്. ഇപ്പൊ നമ്മൾ ഗേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ടെസ്റ്റ് പേപ്പേഴ്സിൽ നമുക്ക് 2 ചോയ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ചോയ്സ് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുക. നെക്സ്റ്റ് ചോയ്സസ് ഓഫ് 3 ഗേറ്റ് എക്സാമിനേഷൻ സിറ്റീസ് ഫ്രം ദ സെയിം സോൺ, അതായത് ഒരു സോണിൽ നിന്ന് തന്നെ നമുക്ക് 3 സിറ്റീസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കേരളത്തിൽ വെളിയിൽ മാത്രമല്ല, കേരളത്തിനുള്ളിൽ തന്നെ കുറെ അധികം സെന്റേഴ്സ് ഉണ്ട്. അതിൽ 3 എണ്ണം നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് നമ്മുടെ പേയ്മെന്റ് ഏതാണെന്ന് ചൂസ് ചെയ്യാം. അത് നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ UPI, അങ്ങനെയുള്ള ഡീറ്റെയിൽസും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ വൺസ് അക്കാദമിയിൽ ഗേറ്റിന്റെ കോച്ചിങ് അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്, കോൺടാക്ട് ചെയ്യുക, ഗേറ്റിന് അപ്ലൈ ചെയ്യുക, പഠിച്ചു തുടങ്ങാം. താങ്ക് യു.